കിട്ടിയ താലി ഓർത്തെങ്കിലും എന്നിങ്ങനെ ഉപദ്രവിക്കരുത്. നിന്റെ ഒരു താലി. വിവാഹമോചനത്തിന് കേസ് കൊടുക്കാൻ എന്റെ മോളെ നിർബന്ധിച്ചത് ഞാനാ. അവൾ എതിരൊന്നും പറഞ്ഞില്ല. അത്രയ്ക്ക് അനുഭവിച്ചു എന്റെ കുട്ടി. വിളിക്കട്ടെ? സിസ്റ്റർ ഇരിക്കണം. ഇരിക്കണേ. ദിനേശൻ സാർ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. ആ ഗ്ലാസ്സിലോട്ട് മദ്യം ഒഴിച്ചു കൊടുക്ക്. പറയുന്നേ. അങ്ങനെ പോയാലോ? ഇവിടെ ഇരിക്കേ. പ്ലീസ് പറയുന്ന കേക്ക്. നിന്നെ അവൻ എന്റെ മോളെ തന്നെ വിൽക്കാൻ ശ്രമിച്ചപ്പോ അവളെ രക്ഷിക്കാൻ ആ ഒരു പോംവഴിയെ ഞാൻ കണ്ടുള്ളൂ. ബന്ധം വേർപെടുത്തിയിട്ടും അയാൾ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്തിനാ? നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെട്ടൂടെ? ദൈവം അത്രയ്ക്ക് കാരുണ്യവാനല്ലല്ലോ. വിവാഹമോചനം നടന്നില്ല. ബന്ധം വേർപെടുത്താൻ അവൻ തയ്യാറല്ലെന്ന് കോടതി പറഞ്ഞു. ഒരു വീണ്ടു വിചാരത്തിന് കോടതി 6 മാസത്തെ സമയം അനുവദിച്ചു. അടുത്ത ആഴ്ച ആ കേസിന്റെ വിധി. ആരോഗ്യം ക്ഷയിച്ച് കഥകളി അഭ്യസിപ്പിക്കാൻ എനിക്ക് വയ്യാതായപ്പോ ജീവിക്കാൻ വേറെ വഴിയില്ലാണ്ട് രജനി വീണ്ടും നാടകത്തിന് പോയി തുടങ്ങി. പക്ഷേ അവൻ അതിനും അനുവദിച്ചില്ല. അവൾ സഹകരിക്കുന്ന സമിതികളിലൊക്കെ ചെന്ന് പ്രശ്നമുണ്ടാക്കും. അങ്ങനെ ആരും വിളിക്കാതെയായി. ഇവിടെയെങ്കിലും എങ്ങനെയും പിടിച്ചു നിൽക്കാമെന്ന് കരുതിയ സത്യം മറച്ചുവെച്ച് അവൾ നിങ്ങളുടെ സമിതി ചേർന്നത്. നിത്യരോഗിയായി എന്നെ പോറ്റാൻ വേറെ എന്താ ഒരു വഴി? വിവാഹമോചനം നടന്ന സ്വത്ത് തിരികെ തരണമെന്ന് കരുതിയാവണം അവൻ അതിന് സമ്മതിക്കാത്തത്. സ്വത്ത് അവൻ എടുത്തോട്ടെ, അവളെ വെറുതെ വിട്ടാ മതിയായിരുന്നു. നിങ്ങളെ പറ്റിയൊക്കെ അവൾക്ക് വലിയ മതിപ്പാ. ഒന്നും അവളെ കൊണ്ട് വിശദീകരിക്കാൻ വയ്യാത്തത് കൊണ്ടാ എന്നെ പറഞ്ഞയച്ചത്. ഒരപേക്ഷയുണ്ട്, അവളെ സമിതിയിൽ നിന്ന് പിരിച്ചയക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ വിശ്വസിച്ച് മുട്ടാൻ വേറെ വാതിലില്ല. നിങ്ങളാരും എന്താ ഒന്നും പറയാത്തത്? രജനിയെ തിരിച്ചു വിളിക്കണ്ടേ? ട്രൂപ്പ് പിരിച്ചുവിടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് രജനിയെ തിരിച്ചു വിളിച്ചിട്ട് എന്താ കാര്യം? ട്രൂപ്പ് പിരിച്ചുവിടാൻ തീരുമാനിച്ചോ? ആര്? തമ്പി പറഞ്ഞു ട്രൂപ്പ് പിരിച്ചുവിടാൻ. തമ്പിക്ക് വേണ്ടാത്തത് പിന്നെ ഞങ്ങൾക്ക് എന്തിനാ? പ്രശ്നങ്ങൾ നേരിടാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാ തുടങ്ങാൻ പോയത്? സമിതി പിരിച്ചുവിട്ടിട്ട് ഇതിൽ സഹകരിച്ചവർക്കൊക്കെ 1 വർഷത്തേക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കൂ. ട്രൂപ്പ് പിരിച്ചുവിടുന്നില്ല. നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ, ഞാൻ നടത്താം. കയറിയിരിക്കാം. അച്ഛനില്ലേ? മരുന്ന് വാങ്ങാൻ വൈദ്യശാലയിൽ പോയിരിക്കുക. ഇവിടെ വാടകയ്ക്കാണോ? അതെ. സ്വന്തം വീടും സ്ഥലവും വൈശാഖം കൈവശപ്പെടുത്തിയല്ലേ? ആരാ രജനി അത്? തിരുവാതിര തിയേറ്റേഴ്സിനാ. ഞങ്ങൾ വിചാരിച്ചു നിന്റെ കെട്ടിയന്റെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. എന്റെ കുഞ്ഞെ,
ആ താന്തോന്നി അവിടെ വന്ന് വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ ഈ കൊച്ചിനെ സമിതി എന്ന് പറഞ്ഞയക്കല്ലേ. ആര് പറഞ്ഞയച്ചു? രജനി ആരോടും പറയാതെ ഓടിപ്പോന്നതല്ലേ. മടങ്ങി വരണമെന്ന് പറയാനാ ഞാൻ വന്നത്. അച്ഛമ്മേ, രജനി. സതി, വരൂ. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വന്നോളൂ. സതി, രജനിക്ക് മുകളിലത്തെ മുറി തുറന്നു കൊടുക്ക്. വാ ചേച്ചി. അച്ഛമ്മേ, റിഹേഴ്സൽ കഴിയുന്നവരെ രജനി ഇവിടെ താമസിക്കട്ടെ. ഇനി ക്യാമ്പിൽ താമസിപ്പിക്കുന്നത് അത്ര പന്തിയല്ല, അതുകൊണ്ടാ. നീ ചെയ്തത് ഒരിക്കലും തെറ്റല്ല. ട്രൂപ്പ് തുടരാൻ തീരുമാനിച്ചതും രജനിയെ കൂട്ടിക്കൊണ്ടുവന്നതും വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അച്ഛനെങ്കിലും മനസ്സിലാക്കണ്ടേ, അച്ഛമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരൊക്കെ പഴയ ആളുകളാണ്. ആ, രജനിയെ നീ നിന്റെ വീട്ടിൽ താമസിപ്പിച്ചതുവരെ സംഗതി ഓക്കെ. പിന്നെ അച്ഛന്റെയും അച്ഛമ്മയുടെയും പ്രതിഷേധം നീ കാര്യമാക്കണ്ട. പക്ഷെ കാര്യങ്ങൾ അവിടെ കൊണ്ട് തീരണം. അല്ലാതെ പിന്നെയും സെന്റിമെന്റ്സ് ഒക്കെ വർക്കൗട്ടായി അത് വേറൊരവസ്ഥയിലേക്ക് മാറരുത്. എന്താ എന്താണ് അങ്ങനെ വല്ലതും തോന്നി തുടങ്ങിയിട്ടുണ്ടോ? വീണപാടുമീണമായി അകതാരിലൂ വിരഹാർഗീതമേ നാളെ നീയൻ താളമായി നിഴലായി വീണ്ടും നിറദീപനാളമേ വീണപാടുമീണമായി. നിന്റെ മനസ്സിൽ എന്താണ്? രജനിയെ എന്തിനാ ഇവിടെ താമസിപ്പിച്ചതെന്നാ ചോദിച്ചത്. അവരെ ഇനി ക്യാമ്പിൽ താമസിപ്പിക്കുന്നത് റിസ്ക്കാണ്. ക്യാമ്പ് തുടങ്ങിയ കാലത്ത് ഇവിടെ നടികളെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് നീ വാശി പിടിച്ചത് മറന്നോ? രാജശേഖരനോടും മാലിനിയോടുമുള്ള വാശിയാണോ? അതോ ഇനി വേറെ വല്ലതും നീ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. നിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യാമോ? ചേച്ചി, പുറത്തായാൽ അങ്ങോട്ട് പോണ്ടാട്ടോ. നീ പോണ്ട. ജയ, ജയ, എന്താടാ ഇത്? നിർത്ത, നിർത്താൻ. അവളെ വിടറാ, ഇറക്കി വിട്. വിട്ടില്ലെങ്കിൽ കിളവന്മാരെ കയ്യിൽ നിന്ന് നീ തട്ടിയെടുത്തല്ലേ അവളെ? അതെ, എന്തിനാണെന്നറിയണ്ടേ? അവളെ കെട്ടാൻ. അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് വരാം. വേളയാ
മോനെ അയാളെ മടക്കി അയക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ല ഞാൻ. എന്റെ മനസ്സിൽ അങ്ങനൊന്നുണ്ട്. സഹതാപം കൊണ്ടല്ല. അച്ഛമ്മ എന്ത് കേൾക്കാൻ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നേ? അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ആ പെണ്ണിനെ അവൻ കിട്ടുമെന്ന്. അതിന് അച്ഛമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ആ ചേച്ചി നല്ലതാ. ചേട്ടൻ കെട്ടുമെന്ന് കെട്ടിക്കോട്ടെ. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് നമുക്ക് നോക്കാലോ. നീ പോടി. ഈശ്വര, ഇങ്ങനൊരു കല്യാണം കാണാൻ വേണ്ടിയാണോ നീ എന്നെ ഇട്ടോണ്ടിരുന്നത്? ഇന്നലെ കണ്ടപ്പോ നിങ്ങളുടെ കല്യാണം എപ്പോഴാന്ന് ചോദിക്കാൻ മറന്നുപോയി. എപ്പോഴാണ് കല്യാണം? Oh!